വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് മുമ്പ് കുമ്പസാര പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണല്ലോ. നൈവേദ്യനായി വായിച്ച ഭാഗം വളരെ പരിചിതമാണ്. യേശു കർത്താവിൻ്റെ ശമരിയക്കാരത്തി സ്ത്രീയോടുള്ള സംഭാഷണമാണ്. സ്ത്രീയെ എനിക്ക് കുടിപ്പാൻ തരുമോ? ഓരോ വിശുദ്ധ കുർബാനയും യേശു കർത്താവിൻ്റെ നമ്മോടുള്ള നിശബ്ദമായ ഒരു സംഭാഷണവും ഒരിടപെടലുമാണ്. യേശു കർത്താവിൻ്റെ ഈ ഇടപെടലിലൂടെ അവൾ തന്നെ തിരിച്ചറിയുവാൻ അത് സഹായകരമായി തീർന്നു. അവൾ ആരാണ്, മാത്രമല്ല തന്നോട് സംസാരിക്കുന്ന യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ അത് സഹായകരമായി തീർന്നു. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു സംഭവമായി കാണാൻ കഴിയണം. മാത്രമല്ല യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ബോധ്യങ്ങളെ തുറക്കുന്നൊരവസരമായി മാറണം. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിനൊരവസരം കർത്താവ് നമുക്ക് തരികയാണ്. ജീസസ് ഇൻ്റർവെൻഷൻ ഇൻ അവർ ലൈഫ്, ആൻ അൺസ്പോക്കൺ കോൺവെർസേഷൻ വിത്ത് അസ്. ഒരിടപെടൽ, ശബ്ദമില്ലാത്ത ഒരു സംഭാഷണം നമ്മെ തിരിച്ചറിവിലേക്ക് നയിക്കുന്ന ഒന്ന്. നാം ആരാണ്, യേശു ആരാണ്. ശമരിയക്കാരത്തി യേശു മശിഹ എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷയിലേക്കുള്ള വഴി. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. കർത്താവ് നമ്മോട് പറഞ്ഞു, കം ദ ടേബിൾ ഈസ് സെറ്റ് ഫോർ യു. ഇതാ നിങ്ങൾക്ക് വേണ്ടി മേശ ഒരുക്കിയിരിക്കുന്നു. ശരീരമായി ക്ഷീണിച്ചവരുണ്ടാവാം, മാനസികമായി ഭാരപ്പെടുന്നവരുണ്ടാവാം. എല്ലാവരുടെയും കർത്താവ് പറയുന്നു, എൻ്റെ കൂടെ പന്തിയിലിരിക്കുക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ നീ സകലവും അറിയുന്നു, നിനക്ക് മുൻപാകെ ഒന്നും മറവായിരിക്കുന്നില്ല. ലോർഡ് യു നോ എവരിതിങ്, ദർ ഈസ് നത്തിങ് ഹിഡൻ ഫ്രം യു. അതാകട്ടെ നമ്മുടെ കുമ്പസാരം. സത്യമായിട്ട് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ.